നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇസ്രായേൽ യുദ്ധം കുറിച്ച് ഇത് 418-ാം ദിവസം. 14 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനാണ് ഇപ്പോൾ താൽക്കാലിക ശമനമുണ്ടായത്. ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇപ്പോൾ തിരികെ അവരുടെ ഭവനങ്ങളിലേക്ക് എത്തുന്നു. 2 മാസ വെടിനിർത്തലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ദക്ഷിണ ലെബനനിൽ ആയുധങ്ങളടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന് വെടിനിർത്തൽ കരാറിൽ എടുത്തു പറയുന്നു. വെടിനിർത്തൽ ധാരണകൾ എങ്ങനെ പ്രാബല്യത്തിൽ വരും എന്നതിൽ വ്യക്തതയില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയും ലെബനൻ ജനങ്ങളുമടക്കം ഏകദേശം 3800-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇസ്രയേലിൽ 130 പേർ മരിച്ചു. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത്. തുടർന്ന് ലെബനൻ ഹിസ്ബുള്ളയുമായി സംസാരിച്ചു. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. ലിറ്റനി നദിക്കും ഇസ്രായേൽ അതിർത്തിക്കുമിടയിൽ 30 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഏകദേശം 20 മൈൽ ദൂരത്തിൽ ഇനി ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നു വെടിനിർത്തൽ കരാറിലൂടെ. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അതിദാരുണമായ കാഴ്ചകളാണ് ലെബനനിൽ. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ മരിച്ച ഹിസ്ബുള്ളക്കാരുടെ മൃതദേഹങ്ങൾക്കായി അവരുടെ വീട്ടുകാർ തെരച്ചിലുകൾ നടത്തുന്നു. യുദ്ധമേഖലയിൽ കെട്ടിടങ്ങൾക്കടിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. ലെബനനിൽ ഒരു ബഫർ സോൺ വ്യവസ്ഥ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ ശില്പികളിലൊരാളായ ഹോസ്റ്റൈൻ പറയുന്നത് വ്യത്യസ്തമായ നിലപാട്. സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു ബഫർ സോൺ സൃഷ്ടിക്കുക വെറും ഫാന്റസി മാത്രമാണ്. ലെബനൻ കരാറിൽ ഒരു ബഫർ സോൺ ഉൾപ്പെടുത്താത്തത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നഫ്താലി ബെനറ്റ് അഭിപ്രായപ്പെടുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ ഇനി കൂടുതൽ ഭവനങ്ങൾ അവർ നിർമ്മിക്കും. ഇത് ഭാവിയിൽ ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശത്തിന്റെ സ്റ്റേജിംഗ് പോയിന്റായി ഹിസ്ബുള്ള ഉപയോഗപ്പെടുത്തും എന്ന ആശങ്കയാണ് നഫ്താലി ബെനറ്റ് ഉയർത്തുന്നത്. ഹിസ്ബുള്ളയുടെ പക്കൽ ഇനിയും ടാങ്ക് വേദ മിസൈലുകളും പ്രിസിഷൻ മിസൈലുകളുമൊക്കെയുണ്ട്. പൂർണ്ണമായി അവരുടെ ആയുധശേഖരം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേൽ ഓർക്കണമെന്നാണ് നഫ്താലി ബെനറ്റ് പറയുന്നത്. വെടിനിർത്തൽ കരാർ ചർച്ചയിൽ ശക്തമായ നിലപാട് ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നുവെന്ന് US വ്യക്തമാക്കുന്നു. ഇസ്രായേലിനൊരു ബഫർ സോൺ ലെബനൻ അതിർത്തിയിൽ വേണമെന്ന കടുംപിടുത്തമായിരുന്നു നെതന്യാഹുവിനും IDFനുമൊക്കെ. എന്നാൽ അത്തരമൊരു ബഫർ സോൺ ഒരു പരമാധികാര രാജ്യത്തിനുള്ളിൽ സൃഷ്ടിക്കുക പ്രയാസകരമാണ് എന്ന് ജോ ബൈഡന്റെ പ്രതിനിധി പറയുന്നു. ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലെബനനിലേക്ക് ഇരച്ചു കയറിയ ഒരു അധിനിവേശ ശക്തിയാണ്. ഒരു പരമാധികാര രാജ്യത്തെ ശിഥിലമാക്കാൻ ഇത്തരം അധിനിവേശങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നീങ്ങണം. എന്നാൽ ഇസ്രായേലിനെ പൂർണ്ണമായി അനുകൂലിക്കുന്ന വെടിനിർത്തൽ കരാർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി മാത്രം IDF സേനയും ഇസ്രായേൽ സേനയും ലെബനൻ മണ്ണിൽ നിന്ന് പിൻവാങ്ങിയാൽ മതി. ഇക്കാലയളവിൽ ലെബനൻ സേനയ്ക്ക് ആ പ്രദേശത്ത് നിലയുറപ്പിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇസ്രായേൽ സേന ചെയ്തു കൊടുക്കും. സൈനിക തലത്തിൽ ഹിസ്ബുള്ളയെ കൂടുതൽ ശക്തരാക്കാതിരിക്കാനുള്ള വ്യവസ്ഥകൾ തന്നെയാണ് വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ലെബനന് ഇത് വിശാലമായ അധികാരം നൽകുന്നു. ലിറ്റനി നദിക്കിപ്പുറത്ത് ഒരു കാരണവശാലും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പാടില്ല എന്നത് വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രദേശം പൂർണ്ണമായി ലെബനൻ സേനയുടെയും UN സേനയുടെയും നിരീക്ഷണത്തിലും അവരുടെ കൺട്രോളിലുമായിരിക്കും. അതിനർത്ഥം ഇസ്രായേലിന് നേർക്ക് ആക്രമണങ്ങൾ ഹിസ്ബുള്ളയിൽ നിന്ന് നേരിട്ടുണ്ടാവരുത് എന്ന് തന്നെ. ഈ പ്രദേശം കൂടുതൽ നിരീക്ഷണത്തിലാക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്കയും ഫ്രാൻസുമൊക്കെ കൈക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളക്കെതിരെ നേർക്കുനേർ നിൽക്കാൻ ലെബനീസ് ആംഡ് ഫോഴ്സിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. അതുകൊണ്ട് തന്നെ ലെബനൻ ആർമിയെ കൂടുതൽ സജ്ജമാക്കാൻ പാശ്ചാത്യ ലോകവും അറബ് ലോകവും ഒരുമിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലെബനൻ ആർമിക്ക് ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളുമൊക്കെ ഈ സഖ്യം ഒരുക്കി കൊടുക്കും. ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ സൈനിക ഡിവിഷനായി ലെബനൻ ആർമിയെ വാർത്തെടുക്കുകയാണ് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ലക്ഷ്യം. 2006-ൽ രണ്ടാം ലെബനൻ യുദ്ധത്തിനു ശേഷം ഹിസ്ബുള്ളയുടെ പുനർസജ്ജീകരണം തടയുന്നതിൽ പാശ്ചാത്യ ലോകം അന്ന് പരാജയപ്പെട്ടു എന്ന് ഇസ്രായേലും കുറ്റപ്പെടുത്തുന്നു.
യുഎൻ സേന തികഞ്ഞ പരാജയമായിരുന്നു. രണ്ടാം ലെബനൻ യുദ്ധത്തിന് ശേഷം ലിറ്റനി നദിക്കിപ്പുറത്ത് ഹിസ്ബുള്ള ഒരു സൈനിക ശക്തിയായി വളർന്നു വന്നു. അതിനു പിന്നിൽ ഇറാന്റെ സാമ്പത്തിക സഹായം തന്നെയായിരുന്നു. അന്ന് ലെബനൻ പുനർനിർമ്മിക്കാൻ എന്ന പേരിൽ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയ വലിയ പണം, ആ പണം പൂർണ്ണമായി ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തി. 2006 ഹിസ്ബുള്ള മാത്രമായിരുന്നു ആ പ്രദേശത്ത് നിലയുറപ്പിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിൽ മറ്റ് ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ലെബനന്റെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര സമൂഹവും പങ്കാളിയാകുന്നു. അതിന്റെ മേൽനോട്ടം അമേരിക്കയും ഫ്രാൻസും ചേർന്ന് വഹിക്കും. ഒക്ടോബർ 7, 2023 ഹമാസ് ആക്രമണത്തിന് തൊട്ടുപിന്നാലെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേർക്ക് ആക്രമണങ്ങളുടെ പരമ്പര തുടങ്ങിയത്. പിന്നീട് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേലും തിരിച്ചടിച്ചു. വരും മാസങ്ങളിൽ ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി. എന്നാൽ തിരികെ വളരെ വ്യക്തമായ പദ്ധതിയോടെ ഹിസ്ബുള്ളയെ ആക്രമിച്ച് തകർക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയായിരുന്നു. പേജറുകളും വാക്കി ടോക്കികളുമൊക്കെ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചപ്പോൾ നടുങ്ങി നിന്നത് ഹിസ്ബുള്ള തന്നെയാണ്. പിന്നീട് ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ള അടക്കം ഇസ്രയേൽ സേന വധിച്ചെറിഞ്ഞു. അതിനുശേഷം ഹിസ്ബുള്ളയുടെ 80% നേതൃത്വത്തെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കുക എന്ന യുദ്ധലക്ഷ്യം ഒരിക്കൽ പോലും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് അമേരിക്കൻ ദൂതൻ ഹോസ്റ്റൈൻ പറയുന്നു. വടക്കൻ ഇസ്രയേലിൽ നിന്ന് മാറ്റി താമസിപ്പിക്കപ്പെട്ട 60,000-ഓളം ഇസ്രയേലികളെ തിരികെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് വഴി ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി പരമാവധി കുറയ്ക്കുകയാണ് ആക്രമണങ്ങൾ വഴി ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത്. അതിലവർ വിജയം കൈവരിച്ചു. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന തലത്തിൽ ഇസ്രയേലിന് മേൽ അമേരിക്ക കനത്ത സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്ത പൂർണ്ണമായും ഹോസ്റ്റൈൻ നിരാകരിച്ചു. ഹോസ്റ്റൈന്റെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തോട് പറഞ്ഞു, ഏത് നിമിഷവും നമുക്ക് യുദ്ധം പുനരാരംഭിക്കാം. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. തങ്ങളുടെ പോരാളികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും യുദ്ധക്കളത്തിൽ ചിതറിക്കിടക്കുന്നു. മരിച്ചവരെ സംസ്കരിക്കാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തിന്റെ പുനർനിർമ്മിതിയാണ് ലെബനൻ എന്ന രാജ്യത്തിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടത് 90,000 വീടുകൾ. 14 മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഏകദേശം 4,000-ഓളം ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ തൊടുക്കുമ്പോൾ അവരുപയോഗിച്ചത് മിക്കവാറും കാർപ്പറ്റ് ബോംബിംഗ് തന്നെയാണ്. തെക്കൻ ലെബനനിൽ ഗ്രാമങ്ങൾ തന്നെ അവർ തച്ചുടച്ചു. കൂട്ടത്തോടെ ഭവനരഹിതരായ ലെബനൻ ജനതയെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നതിലാണ് ഇപ്പോൾ ലെബനൻ സർക്കാരിന് ഏറ്റവും വലിയ തലവേദന. ഇസ്രായേലിന്റെ സാങ്കേതിക കഴിവുകളെ കുറച്ചു കണ്ടതാണ് ഹിസ്ബുള്ളയുടെ ഇത്ര വലിയ പതനത്തിന് കാരണം. ശക്തമായ തന്ത്രങ്ങളാണ് യുദ്ധത്തിനൊപ്പം ഇസ്രായേൽ പയറ്റിയത്. ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേർക്ക് രൂക്ഷമായ ആക്രമണങ്ങൾ, മറുവശത്ത് ലെബനൻ ജനതയെ പരമാവധി വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കവും ഇസ്രയേൽ നടത്തി. ലെബനൻ മണ്ണിൽ നിന്ന് ഹിസ്ബുള്ളയെ പൂർണ്ണമായി മാറ്റിയെങ്കിൽ മാത്രമേ ഈ രാജ്യം സുരക്ഷിതമാകൂ എന്ന് ലെബനീസ് ജനതയെ ബോധ്യപ്പെടുത്താൻ ഇസ്രയേലിന്റെ ബോധവൽക്കരണ പരിപാടികളിൽ കഴിഞ്ഞു. മുൻപ് ഇസ്രയേലുമായുള്ള ആക്രമണങ്ങളിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അത് കൂടുതൽ സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ ഹിസ്ബുള്ള ശ്രമിച്ചിരുന്നു. എന്നാൽ ഇക്കുറി ഹിസ്ബുള്ളയെ കൂട്ടത്തോടെ വധിച്ചത് രക്തസാക്ഷി പരിവേഷത്തിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കി. ഹിസ്ബുള്ളയുടെ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 1 ദശലക്ഷത്തിലധികം ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ചിന്താഗതികളുമായി ചേർന്നു പോകുന്നവരായിരുന്നു അവരിലധികവും. അവർക്ക് ഒരു കാര്യം ഇപ്പോൾ ബോധ്യമായി, ഇനിയൊരു യുദ്ധം അതുകൂടി താങ്ങാൻ ലെബനന് കഴിയില്ല. ഇസ്രയേലുമായി ഹിസ്ബുള്ള പുലർത്തിയിരുന്നത് ഒരു പ്രതിരോധ തന്ത്രമായിരുന്നില്ല, മറിച്ച് ആക്രമണ തന്ത്രമായിരുന്നു. ഇനി മുന്നോട്ട് അത്തരം ആക്രമണ തന്ത്രങ്ങൾ എളുപ്പമാകില്ല ഹിസ്ബുള്ളയ്ക്ക്. സൈനികപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും ദുർബലാവസ്ഥയിലാണ് ഹിസ്ബുള്ള. ആ സംഘടനയെ ഇനി കൈപിടിച്ചുയർത്താൻ നേതാക്കളിൽ അധികമാരും ജീവിച്ചിരിപ്പില്ല. ഇറാൻ പോലും ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ വ്യക്തമായ നയം വെളിപ്പെടുത്തിയിട്ടില്ല. ഹിസ്ബുള്ളയ്ക്ക് സഹായം എത്തിച്ചിരുന്ന സിറിയൻ അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോഴും ഇസ്രയേൽ തുടരുന്നത്. വരുന്ന 60 ദിവസവും തങ്ങളുടെ സൈനിക സാന്നിധ്യം ലെബനനിലുണ്ടാകും എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഘട്ടം ഘട്ടമായി മാത്രമേ സൈനികരെ അവിടെ നിന്ന് മാറ്റൂ. 1982 ലെബനൻ മണ്ണിൽ ചുവടുറപ്പിച്ച ഹിസ്ബുള്ള തന്ത്രപരമായാണ് നീങ്ങിയത്. ഇറാനിൽ നിന്ന് അവർക്ക് കിട്ടിയ പണം പൊതുവെ സാധുക്കളായ ഗ്രാമീണർക്ക് വീതിച്ചു കൊടുത്തു.
$200 വീതം ചില കുടുംബങ്ങളിൽ സ്ഥിരമായി ഹിസ്ബുള്ള എത്തിച്ചു. ആ കുടുംബങ്ങളെ തങ്ങളുടെ അടിമകളാക്കി മാറ്റി. പിന്നീട് $300 ഈ വേതനമുയർത്തി. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അലി ഖമനേയി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. രക്തം വാർന്ന ലെബനൻ നമ്മുടെ കടമയാണ്. മുറിവേറ്റവരുടെ കടം ഞങ്ങൾ തിരിച്ചടയ്ക്കും. ലോകബാങ്ക് നടത്തിയ ഒരു പ്രാഥമിക കണക്കെടുപ്പിൽ ഇപ്പോൾ ലെബനനിലെ നാശനഷ്ടങ്ങളുടെ ചെലവ് $8.5 ബില്യൺ. ഇത് ലെബനീസ് സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര തുകയും. 5 വർഷം മുമ്പുണ്ടായ ഒരു സാമ്പത്തിക തകർച്ചയുടെ കെടുതികൾ ഇപ്പോഴും അനുഭവിക്കുന്ന ലെബനൻ സർക്കാരിന് ഇത്രയും തുക കണ്ടെത്താനോ ലെബനനെ പുനർനിർമ്മിക്കാനോ കഴിയില്ല. 2006 ലെബനനെ കൈപിടിച്ചുയർത്താൻ അന്ന് ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. $5 ബില്യൺ മുടക്കിയുള്ള പുനർനിർമ്മാണത്തിനാണ് അന്ന് ലോകരാജ്യങ്ങൾ കൈകോർത്തത്. എന്നാൽ ഹിസ്ബുള്ളയിലൂടെ ഇറാൻ വരുത്തിക്കൂട്ടിയ ഈ ദുരന്തത്തിന് ഞങ്ങളെന്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന മനോഭാവമാണ് സുന്നി രാജ്യങ്ങൾക്ക്. ഷിയ സമൂഹത്തെ തങ്ങൾക്കൊപ്പം നിലനിർത്തിയാണ് എക്കാലവും ഹിസ്ബുള്ള ലെബനൻ മണ്ണിൽ വളർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഷിയ വിഭാഗങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഹിസ്ബുള്ള എന്നർത്ഥം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഇപ്പോഴും സംശയം തോന്നുന്ന ലെബനീസ് ജനതയെയും ഹിസ്ബുള്ള തീവ്രവാദികളെയും ഒക്കെ ഇസ്രയേൽ സേന കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. 60 ദിവസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടത്തിൽ തെക്കൻ ലെബനനിലേക്ക് ജനതയെ മാറ്റിത്താമസിക്കുന്നത് സൂക്ഷ്മതയോടെ വേണം എന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. ഇതുവരെയുള്ള യുദ്ധത്തേക്കാൾ ശക്തമായി സൈന്യം വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹിസ്ബുള്ള ശത്രുതയിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായാൽ അവരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും. ഇസ്രയേൽ സേനയെ ലെബനനിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ ഇതുവരെ ഇസ്രയേൽ ആരംഭിച്ചിട്ടില്ല. ഘട്ടം ഘട്ടമായി മാത്രമേ സൈനികരെ ലെബനൻ മണ്ണിൽ നിന്ന് ഇസ്രയേലിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ നിരോധിത പ്രദേശത്ത് കണ്ടെത്തിയതായി സംശയിക്കുന്നവരുടെ മേൽ IDF വെടിയുതിർത്തു. തെക്കൻ ലെബനനിൽ ലെബനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ഭരണകൂടം പറയുന്നത്. 10,000-ഓളം ലെബനീസ് സൈനികരെ മേഖലയുടെ സുരക്ഷിതത്വം നോക്കാനായി അയക്കും. ഈ ലെബനീസ് പ്രദേശത്ത് ലെബനൻ സൈന്യവും UN സേനയും മാത്രമേ അനുവദിക്കൂ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്ന അവസാന മണിക്കൂറുകളിൽ അതിശക്തമായ സ്ഫോടനവും ആക്രമണവുമാണ് ഇസ്രയേൽ നടത്തിയത്. സിറിയയ്ക്കും ലെബനനുമിടയിലുള്ള 3 പ്രധാന ആയുധക്കടത്ത് പ്രദേശങ്ങൾ പൂർണ്ണമായി തകർത്തു. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ കൃത്യതയാർന്ന ആയുധ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം കാർപ്പറ്റ് ബോംബിങ്ങിലാണ് തകർത്തത്. ഇന്നലെയും ഹിസ്ബുള്ളയുടെ ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണങ്ങൾ ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ഇസ്രയേലും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ എങ്ങനെയാവുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. അതിനിടയിൽ കീഴടങ്ങാനും ഒരു വെടിനിർത്തലിനും തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.